മീഡിയാസിലേക്ക് സ്വാഗതം. ആവേശത്തിൻ്റെ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിഗംഭീരമാണ് സിനിമ എന്നുള്ളത് തന്നെയാണ്. അതായത് വിഷു റിലീസായി വന്ന സിനിമകളിൽ നമ്പർ 1 തൂക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വള്ളപ്പാടകലെ ബാക്കിയുള്ള സിനിമകളെ കടത്തിവെട്ടിക്കൊണ്ട് ഈ സിനിമ മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ്. അതായത് 6-ാം ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ 5-ാം ദിവസത്തെ കളക്ഷനേക്കാൾ കൂടുന്നോ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ അല്ല, ചെറിയ ഒരു ഇടിവുണ്ടായിരുന്നു. അതായത് 5-ാം ദിവസം നമുക്ക് ലഭിച്ചിരുന്നത് ഏകദേശം 4 കോടി 10 ലക്ഷം രൂപ ആ റേഞ്ചിലാണെങ്കിൽ 6-ാം ദിവസം ലഭിച്ചിരിക്കുന്നത് 4 കോടിക്ക് അടുത്താണ്. അതായത് ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം 3 കോടി 10 ലക്ഷം രൂപയായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം 3 കോടി 19 ലക്ഷം രൂപയായിരുന്നു എന്നുള്ളതാണ്. എന്നാലും 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറിയ സിനിമ അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് യാത്ര നടത്തുന്നത് എന്ന് തന്നെ പറയാം. സിനിമയുടെ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇന്നലെയും പ്രീസെയിൽ 2 കോടി ഉണ്ടായിരുന്നു. ഇന്നും ഏകദേശം ആ റേഞ്ച് തന്നെ, 7-ാം ദിവസവും അങ്ങനെ തന്നെ നമുക്ക് കാണാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 6 ദിവസം കൊണ്ട് സിനിമ എത്തിപ്പെട്ടിരിക്കുന്നത് 21 കോടിയോളം ആണ് എന്നുള്ളതാണ്. അതായത് വേൾഡ് വൈഡായിട്ട് സിനിമ ഇപ്പോൾ 55 കോടി റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം കൊണ്ട് സിനിമ 60 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഫഹദിൻ്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന കരിയർ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ രോമാഞ്ചം ടീംസാണ് ഈ ഒരു സിനിമ ചെയ്തേക്കുന്നത്. അവരുടെ ഫൈനൽ കളക്ഷൻ്റെ മുകളിലേക്ക് പോകും ഈ ഒരു സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇവിടെ മലയാള സിനിമ കൊയ്ത്ത് തുടരുകയാണ്. അതിഗംഭീരമായിട്ടുള്ള സക്സസ്സിലൂടെ തന്നെയാണ് സിനിമകൾ വരുന്നത്. നല്ല സിനിമകൾ വരുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു, അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒക്യുപ്പൻസിയാണ് ഏറ്റവും ഹൈലൈറ്റായി നമുക്ക് പറയാനുള്ളത്. അതായത് 80%, 78.61% ഇന്നലെ, അതായത് ചൊവ്വാഴ്ച പോലും സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഗംഭീരം എന്ന് തന്നെ പറയാം. നമുക്കറിയാം വെക്കേഷൻ ടൈമാണ്, എന്നിരുന്നാൽ പോലും ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഒക്യുപ്പൻസി വരുന്നത് അത്ഭുതകരം എന്ന് തന്നെ പറയാം. ആവറേജ് ഈ സിനിമയുടെ ഒക്യുപ്പൻസി 83% എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീൻ മീഡിയാസ്.